നമുക്ക് അടുത്തൊരു ന്യൂസിലോട്ട് പോവാം. ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ന്യൂസാണ് നവവധുവിൻ്റെ ആത്മഹത്യ. ഭർത്താവ് സുഹൃത്തും അറസ്റ്റിൽ. കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വന്ന ഒരു സ്ത്രീയെ ഭർത്തൃ വീട്ടിൽ മരിച്ച രീതിയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അത് തൂങ്ങി മരണമായിരുന്നു. അതിൽ ഇപ്പോൾ ഭർത്താവിനെ സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാലോടായിരുന്നു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. നന്ദിയോട് ഇളവട്ടത്ത് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും അറസ്റ്റിൽ. ഇന്ദുജയുടെ ഭർത്താവ് കുറുപുഴ ഇളവട്ടം LP സ്കൂളിന് സമീപം ശാലു ഭവനിൽ അഭിജിത്ത് ദേവൻ, സുഹൃത്തായ പെരിങ്ങമല AT കോളേജിൽ അജാസ് എന്നിവരെയാണ് പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലോട് ഇടിഞ്ഞാൽ കൊന്നമൂട് കിഴക്കുംകര വീട്ടിൽ ശശിധരൻ കാണി ഷീജ ദമ്പതികളുടെ മകൾ ഇന്ദുജയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഭർതൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 25 വയസ്സായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊരു പരിതാപകരമല്ലേ. അതെ, കല്യാണം കഴിച്ചു വിടാൻ നേരത്ത് ഒരു കുടുംബം എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. എത്ര അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തൻ്റെ മകള് മറ്റൊരു വീട്ടിൽ ചെല്ലാൻ നേരത്ത് അവൾ സുരക്ഷിതയായിരിക്കും, മറ്റൊരാളുടെ കൈകളിലോട്ട് ഏൽപ്പിക്കുമ്പോൾ അവൾക്ക് വേണ്ട സുരക്ഷിതത്വം കൊടുക്കും, അവൾക്കൊരു ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും എല്ലാ കുടുംബങ്ങളും മക്കളെ മറ്റൊരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഏൽപ്പിച്ചു, പക്ഷേ അതിന് സംഭവിച്ചത് അവർ ആത്മഹത്യയിൽ ആ ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയത്. അതിൽ നിന്ന് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ജീവനൊടുക്കിയതിന് 2 നാൾ മുൻപ് ഈ അഭിജിത്ത് ഇന്ദുജനെ മർദ്ദിച്ചു എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അജാസ് അഭിജിത്തിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ ഫ്രണ്ടിനെ പലപ്പോഴായിട്ട് ഇന്ദുജയും കോൾ ചെയ്യാറുണ്ട്. അഭിജിത്ത് എന്തെങ്കിലും ഉപദ്രവിക്കുന്ന സമയങ്ങളിലൊക്കെ അവസാന കോൾ പോലും അജാസിനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിലൊക്കെ എന്തൊക്കെയോ സംശയാസ്പദമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിനെ കോൾ ചെയ്തതിന്റെ ഒരു സംശയമാണോ? അതെ, സംശയം. അതായത് ലാസ്റ്റ് കോള് അജാസിനെ ആയിരുന്നു. എന്നിട്ട് അവർ തമ്മിൽ, ഇന്ദുജയും അഭിജിത്തും തമ്മിൽ വഴക്കിട്ടു എന്ന കാര്യം പറയാനായിരുന്നു അജാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഇന്ദുജ ജീവൻ ഒടുക്കിയത്. അപ്പോൾ ഇന്ദുജ അവസാനമായി വിളിച്ചതും അജാസിനെയാണ്. ഈ ഒരു ഡൗട്ടായിരിക്കണം അയാളെയും കൂടി കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. പിന്നെ ഇനി അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നമുക്ക് അറിയില്ല. ഇപ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോ വിശ്വസിച്ച ഒരാളോടൊരു കാര്യം പറയുന്നത്, ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ സുഹൃത്തുക്കളോട് വിശ്വസിച്ച് ഒരു കാര്യം പറയുന്നത്, പക്ഷെ അവര് ചിലപ്പോൾ അവര് എല്ലാവരും ഒരു ഗ്യാങ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ആ ഒരു വിശ്വാസം അവിടെ നഷ്ടപ്പെടും. നമ്മളത് അറിയാതായിരിക്കും ചിലപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കിടയിൽ ഒരു സുഹൃത്ത്, രണ്ടുപേരും കോമൺ ഫ്രണ്ടാണ്. അതെ, ഇവർ മൂന്നുപേരും ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരുടെ ഇടയിൽ ഒരു കാര്യം വരുമ്പോൾ മൂന്നാമതൊരാളായി, അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ അജാസിനെ അറിയിക്കും. സ്വാഭാവികം മൂന്നാമതൊരാൾ ഒരു ബന്ധത്തിലും ഇടപെടരുത് എന്ന് പറയുന്നത്. അതെ. ഇപ്പോൾ ഇന്ദുജയ്ക്ക് ഭർത്താവ് അഭിജിത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ് അല്ല കിട്ടിയിരുന്നത്. എപ്പോഴും അവളെ ഉപദ്രവിക്കുന്ന, ദേഹോപദ്രവം നടത്തുന്ന, ഭയങ്കരമായി മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ആളായിരുന്നു അഭിജിത്ത് എന്നാണ് പത്രവാർത്തകളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണം, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകളും അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യാ പ്രേരണാ വകുപ്പുകളും ചുമത്തി. അജാസിനെതിരെയും അഭിജിത്തിനെതിരെയും. മൂവരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അജാസും ഇന്ദുജയും അടുപ്പത്തിലായിരുന്നു. അജാസിന് ഇന്ദുജയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അന്യമതക്കാരനായതിനാൽ ബന്ധുക്കൾ എതിർത്തു. 3 മാസം മുൻപ് പല്ലമ്പാറയിലെ ക്ഷേത്രത്തിലാണ് അഭിജിത്ത് ഇന്ദുജയ്ക്ക് താലി കെട്ടിയത്. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. സ്വകാര്യ ലാബ് ജീവനക്കാരിയാണ് ഇന്ദുജ. അപ്പൊ ഇതിനകത്ത് മൊത്തത്തിൽ വേറെ രീതിക്ക് ഒരു അതെ. അപ്പോൾ ഈ വാർത്ത പറഞ്ഞപ്പോഴാണ് എനിക്ക് വിസ്മയനെ കുറിച്ചിട്ട് ഓർമ്മ വന്നത്. വിസ്മയുടെ കാര്യം ഓർമ്മയല്ലേ? ഇതുപോലെ കല്യാണം കഴിച്ചു വിട്ട ആ ഒരു കുടുംബക്കാർക്ക് നഷ്ടം ഉണ്ടായി. വിസ്മയെന്നൊരു നഷ്ടം വന്നേക്കുന്നത്. അതെ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുക. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഉള്ള ഒരു ആ ടെൻഷൻ അത് കൂടുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്നും, സേഫ് സോണിൽ നിന്നും മാറി ഒരു ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ഒരു പക്ഷെ ഒരു കാര്യമുണ്ട്, പേടി വരെ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറെ ആൾക്കാര്
നമ്മളെപ്പോഴും നമ്മളെ ഇൻഡിപെൻഡന്റ് ആവുക, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇതൊക്കെ ഉണ്ടാവണം. അതെ അതെ. ഇവിടെ പറഞ്ഞ ഇന്ദുജ എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡന്റ് ആവുന്നതിനോടൊപ്പം എന്തെങ്കിലും ഒരു കായികാഭ്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വേണം സ്ത്രീകൾ കല്യാണം കഴിക്കാനുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പ്ലീസ് അതും കൂടി നിങ്ങൾ പഠിക്കുക. അത് നല്ലതാണ്. ഇപ്പൊ ജോലിയുണ്ട്, വരുമാനമുണ്ട്. ഇവിടുത്തെ ഈ പറഞ്ഞ ഇന്ദുജ എന്ന് പറയുന്ന പെൺകുട്ടിക്കും വരുമാനം ഒക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിപ്പോ അജാസ് എന്ന് പറയുന്ന ആളും ഇന്ദുജയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണെന്നുള്ളതും നമ്മുടെ വാർത്തകളിൽ പരാമർശിക്കുന്നുണ്ട്. കാര്യം ഇന്ദുജ അതൊരു പ്രണയ വിവാഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് വളരെയധികം ഡൗൺ ആവും. അതിൻ്റെ കൂടെ നമ്മളെ ശാരീരികമായിട്ടും കൂടി ഉപദ്രവിക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോയതായിരിക്കും, ആ ഒരു സന്ദർഭത്തിൽ തോന്നുന്നതായിരിക്കും. അതെ, എന്തായാലും ഒന്നല്ലല്ലോ, ഒട്ടനവധി കേസുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പേര് ചിലപ്പോൾ പുറത്ത് പറയാതെ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ. അതെ, പക്ഷെ അത് അങ്ങനെ അനുഭവിക്കാതെ നമ്മളത് പറയേണ്ട സമയത്ത് പറയുക. ഇവിടെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിനോട് പറയാതെ തന്നെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്നുള്ളൊരു ചിന്തയിലോട്ടാണ് പോയത്. അങ്ങനെയൊന്നും ഒരിക്കലും പോവരുത്. നമുക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക, വീട്ടുകാരോടോ അടുത്ത സുഹൃത്തെന്ന രീതിയിൽ അജാസിന്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. അതും പറയാം, അതാ നേരത്തെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു 2 പേർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും മാക്സിമം ആ 2 പേർക്കിടയിൽ തന്നെ അത് തീർക്കാൻ നോക്കണം. മൂന്നാമതൊരാളെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുമ്പോൾ ഒരു പക്ഷേ അതും വഷളാകും. ഇനി ചില സിറ്റുവേഷനിൽ ചില സാഹചര്യങ്ങളിൽ അത് നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി മൂന്നാമതൊരാൾ വരുന്നതും നല്ലതായിരിക്കും. നമ്മൾ ഒരാളെയും പെട്ടെന്ന് വിശ്വസിക്കാതെ ഇരിക്കുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ വുമൺ സെല്ലിലെങ്കിലും വിളിച്ച് നമ്മുടെ സേഫ്റ്റി, നമ്മളെ രക്ഷിക്കണമെന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ രക്ഷയാണ് വേണ്ടത്. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ഫ്രണ്ട്സില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഒറ്റയ്ക്കായി പോയി ഇനി ജീവിതം വേണ്ട അങ്ങനെയൊന്നും വിചാരിക്കരുത്. വീണ്ടും ജീവിക്കണം. നമ്മുടെ ഒരു സക്സസ് ആവണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സഹായം എവിടുന്നെങ്കിലും ലഭിക്കുമോ എന്ന് നോക്കണം. പറ്റിയില്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു ജോലിയിലേക്കോ എന്തിനെങ്കിലും പോവുക. കേട്ടല്ലോ?